പടം വളരെ ഗംഭീരമായിട്ടുള്ളൊരു പടമായിരുന്നു. ഞാൻ ഫസ്റ്റ് ഹാഫ് മിസ് ചെയ്തു, കാരണം 10 മണിയിൽ നിന്നാണല്ലോ എഴുതിയിരുന്നത്, 9:00-ക്കാണ് സ്റ്റാർട്ട് ചെയ്തത്. പക്ഷേ വളരെ ഗംഭീരമായിട്ടുള്ളൊരു പടമാണ്. കാരണം മെയിൻ സ്ട്രീം ആക്ടേഴ്സും ആക്ട്രസസും ഒന്നും ഇല്ലാത്ത ഇതാണ്. ആ ഫോട്ടോഗ്രാഫി, അതിൻ്റെ ആ വിഷ്വൽസ് എടുക്കുന്ന ആംഗിള്, അവരുടെ അഭിനയം വളരെ മനോഹരമായിട്ടുള്ളതും തീമും. പ്രത്യേകിച്ച് എനിക്ക് വളരെ പ്രിയപ്പെട്ട എഴുത്തുകാരാണ് ദോസ്റ്റോവസ്കിയും ടോൾസ്റ്റോയും. കുട്ടിക്കാലത്ത് ഒരുപാട് കഥകൾ വായിച്ചാണ്. അപ്പോൾ അതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ വെച്ചും കൊറോണ കാലത്തിൻ്റെ ആ ഭീകരതയൊക്കെ ഒപ്പിയെടുത്തിട്ടുള്ള മനോഹരമായിട്ടുള്ളൊരു ചിത്രമാണ്. താങ്ക് യു. സെക്കൻഡ് ഹാഫ് വളരെ ഭംഗിയായിട്ട്, കാരണം ഫസ്റ്റ് ഹാഫ് നാടകത്തിനോട് ബന്ധപ്പെട്ട് അത് ശരിക്കും റെഫറൻസ് ആയിട്ട് ഉപയോഗിക്കാൻ ഇപ്പോൾ പഠിക്കുന്ന കുട്ടികൾക്ക്. തക്കീർ അലി എന്ന് പറഞ്ഞാൽ ശരിക്കും ജീവിതം അയാളുടെ അച്ഛൻ്റെ ഇതായാലും അദ്ദേഹം നാടകത്തിന് വേണ്ടി സമർപ്പിച്ച ജീവിതമാണ്. അപ്പോൾ അതുകൊണ്ട് നാടകത്തിന് തന്നെ അയാൾ റെഫറൻസായിട്ട് ഉപയോഗിച്ച് കംപ്ലീറ്റ് എടുത്തിരിക്കുന്നത്. അതിനുശേഷം സെക്കൻഡ് ഹാഫിൽ വന്നപ്പോൾ ശരിക്കും ആ കലാകാരന്മാരുടെ അവരുടെ ജീവിതം അത് നൈസർഗികമായിട്ട് ചിത്രീകരിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അവർ വളരെ ഭംഗിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ഗംഭീര സിനിമയാണ്. കാരണം ഇനി വരുന്ന ഈ പുതിയ നാടകത്തെ കുറിച്ച് പഠിക്കുന്ന ആൾക്കാർ റെഫറൻസായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന സിനിമയാണ്. വിഷ്വൽസ് അത് ഗംഭീരമാണ്. ആ പയ്യൻ വളരെ മനോഹരമായിട്ട് ആ PJ സ്കോറൊക്കെ എടുത്തിട്ട് വളരെ ഭംഗിയായിട്ടുള്ളത്. കാരണം കായലും പിന്നെ ഗ്രാമങ്ങളുടെ ഭംഗിയൊക്കെ നന്നായിട്ട് ഒപ്പിയെടുത്തിട്ടുണ്ട്. നല്ല സിനിമ.